വിച്ച് ബുക്സ് ഡിഡ് ഐ റീഡ് ഔട്ട്സൈഡ് മൈ യൂഷ്വൽ ഏജ് റേഞ്ച്. ഈ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ എന്ന് പറയുന്ന പോലെയാണ് റീഡേഴ്സിന് അവർ യൂഷ്വലി വായിക്കുന്ന ജോണർ ഓർ ഏജ് റേഞ്ചിൽ നിന്നും വ്യത്യസ്തമായ ബുക്സ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ യൂഷ്വലി വായിക്കാറുള്ള ഏജ് റേഞ്ചിൽ നിന്നും മാറി വായിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. 2024 ഞാൻ ഇതുപോലുള്ള 4 ബുക്സ് ആണ് വായിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ബുക്ക് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ്. ഈ ബുക്ക് ഞാൻ ഫുൾ ആയിട്ട് വായിച്ചത് ഈ ബുക്കിന്റെ ഒരു സമ്മറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിലെ കണ്ടന്റുമായിട്ട് ഇത് സിമിലർ ആണെങ്കിലും ഇതിന്റെ ഇന്റർനെറ്റ് ഓഡിയൻസ് ഹൈസ്കൂൾ ഓർ കോളേജ് സ്റ്റുഡൻസ് ആണ്. സോ എക്സാം പ്രിപ്പറേഷൻ, കോളേജ് അഡ്മിഷൻ, ഗ്രാജുവേഷൻ ഇതെല്ലാം ഈ ബുക്ക് വായിക്കുമ്പോൾ കേൾക്കും. അത് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ബുക്കാണ് ഇക്കിഗൈ ഫോർ ടീൻസ്. ഈ ബുക്കിന്റെ റൈറ്റിംഗ് ഫുള്ള് ഒരു ടീനേജേഴ്സിനോട് സംസാരിക്കുന്ന പോലെ ആണെങ്കിലും എനിക്ക് ഈ ബുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മുടെ ഇക്കിഗൈ കണ്ടുപിടിക്കാനുള്ള കുറെ ടിപ്സ് ഒക്കെ ഈ ബുക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇനി അടുത്ത 2 ബുക്സും കുറച്ചുകൂടി ഏജ് റേഞ്ച് കുറഞ്ഞ ട്വീൻസ്, അതായത് 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ബുക്സ് ആണ് ഞാൻ വായിച്ചത്. വൈൽഡ് റോബോട്ട് ആണ് തേർഡ് ബുക്ക്. വൈൽഡ് റോബോട്ട് എന്ന മൂവി കണ്ടതിന് ശേഷം എന്റെ മോള് അവൾക്ക് ബുക്കാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് പറഞ്ഞപ്പോൾ ആ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വായിച്ചത്. 4ാമത്തെ ബുക്കാണ് ഇൻവെസ്റ്റിംഗ് ഫോർ കിഡ്സ്. ഈ ബുക്ക് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വായിച്ചത്. ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്ത ബുക്കാണ്. എന്താണ് ഇതിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു തുടങ്ങി. പക്ഷെ ഫുൾ ഇരുന്ന് വായിച്ചു. കുട്ടികൾക്ക് മണി ആൻഡ് ഇൻവെസ്റ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ബുക്കാണിത്.